എനിക്ക് മാസം തെറ്റി പീരീഡ്സ് ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് നല്ലപോലെ വയറുവേദന എടുക്കാറുണ്ട്. ആ സ്ഥലത്ത് നല്ലപോലെ ചൊറിച്ചിലും ഡിസ്ചാർജിന്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. സ്ത്രീയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ ഹെൽത്ത്, പ്രത്യേകിച്ചും നമ്മളുടെ ഒരു മെൻസ്ട്രൽ ഹെൽത്ത് നമ്മൾ നല്ലോണം മെൻസ്ട്രൽ ടൈമിൽ നമ്മൾ ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് നമ്മളൊരു പാഡ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മളൊരു 4 hours മാക്സിമം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേ കണക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ക്ലീനിനെസ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല വൃത്തിക്ക് അവിടെ വാഷ് ചെയ്യുക. ആ ഒരു ഏരിയ പ്രോപ്പർ ഹൈജീൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ സോപ്പിട്ട് ആ ഒരു ഏരിയ നമ്മൾ സോപ്പിട്ട് നല്ലോണം വാഷ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ വാഷ് ചെയ്യുക. പിന്നെ ഏരിയ നല്ല ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ നല്ലോണം ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. പിന്നെ പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം പൊതുവേ നമ്മളൊന്ന് വീക്ക് ആയിരിക്കും. അപ്പം നമ്മൾ നല്ലോണം റെസ്റ്റ് എടുക്കാൻ നോക്കുക. അധികമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാതിരിച്ച് നമുക്ക് ഇച്ചിങ് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ചൊറിച്ചില് അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആയുർവേദ പ്രകാരമാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മഞ്ഞളിട്ട് പിന്നെ മഞ്ഞളിന്റെ കൂടെ ചിറ്റാമൃത് യൂസ് ചെയ്ത് വെള്ളം തിളപ്പിച്ച് അവിടെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം. അതേ കണക്ക് തന്നെ നമുക്ക് ത്രിഫല പൗഡർ, ത്രിഫല ഇട്ടും നമുക്ക് വെള്ളം തിളപ്പിച്ച് അവിടെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് ത്രിഫല യൂസ് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ ത്രിഫല ഇട്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ചിട്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത് നമുക്ക് അവിടെ വാഷ് ചെയ്യാൻ. അതേ കണക്ക് തന്നെ ഇപ്പം നമുക്ക് പീരീഡ്സ് വരുന്നത് അത് ഇറഗുലർ പീരീഡ്സ് ആണ്. ഇപ്പം ഭയങ്കര ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും വരുന്നത്, ചിലവർക്ക് ഭയങ്കര ലോ ബ്ലീഡിംഗ് ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ അണ്ടർലൈൻ കോസ് എന്താണെന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇപ്പം ലോ പീരീഡ്സ് ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അനീമിക് ആയതുകൊണ്ട് വരാം. അതേ കണക്ക് തന്നെ ഹെവി ബ്ലീഡിംഗ് ആണ് വരുന്നതെങ്കിൽ അതെന്തെങ്കിലും ഒരു ഡിസീസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മളത് പ്രോപ്പർ കൺസൾട്ടിങ് ഒന്നെങ്കിൽ ഒരു ഗൈനക്കിനെ കാണിക്കുക, അല്ലെങ്കിൽ കാണിക്കുക തന്നെ ഒരു പ്രോപ്പറായിട്ട് ഡോക്ടറിനെ കാണിച്ച് സ്കാൻ ചെയ്ത് നമ്മളത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് വേണം നമ്മളൊരു ട്രീറ്റ്മെന്റിലോട്ട് എത്താൻ വേണ്ടി. വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആണ്. നമ്മൾ നമ്മളുടെ മെൻസ്ട്രൽ ഹെൽത്ത് നല്ലോണം നോക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.